ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഡിസൈൻ ഒരു പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ അത് വീട്ടിലിരുന്ന് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വരച്ചെടുക്കാം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ മെയിൽ കാർഡിലും അതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് വരയ്ക്കേണ്ടേ എന്നുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ ബാക്കി കുറച്ച് ആൾക്കാരുടെ ഡൗട്ടാണ് എങ്ങനെയാണ് മെഷർമെന്റ്സ് എടുക്കുക. സാരി ആയാലും ചുരിദാർ ആയാലും അതുപോലെ തന്നെ ബ്ലൗസ് പീസിൻ്റെ ഒക്കെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ നേരത്തെ ഒരു മെഷർമെന്റ്സ് എങ്ങനെയാണ് എടുക്കണ്ടേ എന്ന് പറഞ്ഞു തരാമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് മൂന്നും കൂടെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി ലെങ്തി ആയി പോകും, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് ഞാൻ ഇന്ന് സാരിയിൽ എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കണ്ടേ എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഒരു സാരി വെച്ച് ഞാൻ കാണിച്ചു തരാം എത്രയൊക്കെ ഇഞ്ച് വിട്ടിട്ടാണ് ഓരോ സ്ഥലത്തും നമ്മൾ ചെയ്യണ്ടേ എന്നുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഞാൻ വെച്ച് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ഞാൻ ഓരോ സാരീസും ഞാൻ വെച്ച് കാണിക്കാം. മെഷർമെന്റ്സ് ഒക്കെ അതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞു തരാം എത്ര മെഷർമെന്റ് കഴിഞ്ഞിട്ടാണ് ചെസ്റ്റിൻ്റെ അവിടെ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ വരുന്നേ എന്നുള്ളത് മെഷർമെന്റ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഈ സാരിയുടെ മെറ്റീരിയൽ സിൽക്കി കോട്ട മെറ്റീരിയലാണ്. ഒരു ഗ്രീൻ കളർ സിൽക്കി കോട്ട മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തേക്കുന്ന കടായി കമ്മൽ സ്റ്റിച്ചാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ പറയാം. അപ്പോൾ മുന്താണിയിൽ നമ്മൾ തയ്ക്കുമ്പോൾ അരികടിക്കാനായിട്ട് കുറച്ച് ഡിസ്റ്റൻസ്, ഒരു 1/2 ഇഞ്ച് തൊട്ട് 1/2 ഇഞ്ച് മാറ്റിയിട്ടിട്ട് വേണം ഡിസൈൻ വരച്ചു കൊടുക്കാൻ. നമുക്ക് മടക്കി അടിക്കാനുള്ള സ്പേസ് വിടണം. അത് കഴിഞ്ഞിട്ട് മുന്താണിയിൽ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈനിങ് എത്ര വലുതാണോ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈനിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഇതിപ്പോൾ ഇത്തിരി വലിയ ഡിസൈൻ ആയതുകൊണ്ട് നമ്മൾ മുന്താണിയിൽ നിന്ന് ഇപ്പം ഷോൾഡറിലോട്ട് ഞാൻ എടുക്കുന്ന 44 ഇഞ്ച് അല്ലെങ്കിൽ 45 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ ഷോൾഡറിൽ ഇവിടുത്തെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 44 അല്ലെങ്കിൽ 45 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് ഈ ഡിസൈൻ വരയ്ക്കുന്നത്. ഇത് ഒരു നോർമൽ ഹൈറ്റ് 5.5 ഇഞ്ച് 5.2 ആണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ ആ ഒരു 5.1 അല്ലെങ്കിൽ 5.2 അല്ലെങ്കിൽ 5.3 വരെ ഉള്ളവർക്ക് പറ്റുന്ന ഒരു മെഷർമെൻ്റ് ആണ് ഞാൻ പറയുന്നത്. ഈ ഹൈറ്റിലുള്ള ആൾക്കാർക്ക് 44 അല്ലെങ്കിൽ 45 ഇഞ്ച് മുന്താണിയിൽ നിന്ന് മാറ്റി വെച്ചാലാണ് ഷോൾഡറിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ അപ്പം മുന്താണിയത്തെ വർക്ക് ഡിസൈൻ കുഞ്ഞതാണെങ്കിൽ അതിനനുസരിച്ച് ഗ്യാപ്പ് റണ്ണിങ് പോർഷനിൽ 2 ഡിസൈൻ ചിലപ്പോൾ തയ്ക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു വലിയ ഡിസൈൻ ആയതുകൊണ്ട് ഈ ഡിസൈൻ കഴിഞ്ഞിട്ട് ഷോൾഡറിൻ്റെയും സെൻറ്ററിലായിട്ട് ഈ 2 ഡിസൈനിൻ്റെയും ഇടയ്ക്ക് ഒരു പോർഷനിൽ നമ്മൾ മിഡിലായിട്ട് ഈ ഒരു 2 ഫ്ലവറായിട്ട് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. 4 ഫ്ലവർ ഇല്ല, 2 ഫ്ലവറായിട്ട് ഒരു പാറ്റേൺ കടായി കമ്മൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഷോൾഡർ വന്നിരിക്കുന്നത്. ഷോൾഡർ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ 44 ഇഞ്ചാണ്. അത് 44 ഇഞ്ചിൽ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഈ ഗ്യാപ്പ് ഒരു ഡിസൈനിൽ നിന്ന് അടുത്ത ഡിസൈനിലോ മറ്റുള്ള ഗ്യാപ്പ് അത് നമുക്ക് ഡിസൈൻ ചെയ്യാം. എത്രയാണ് ഗ്യാപ്പ് വെക്കേണ്ടത് എന്നുള്ളത്. ഒത്തിരി ഗ്യാപ്പ് വെക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി ഗ്യാപ്പ് വെക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ടുള്ളൂ, ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടുള്ളൂ. അങ്ങനെ 2 ഡിസൈനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ മെഷർമെൻറ്റ് ഇപ്പോൾ ഈ ഒരു സാരിയിൽ ഈ 2 ഡിസൈനും പല്ലുവിൻ്റെ ഒരു സൈഡിലും റണ്ണിങ് പോർഷനിലും പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുമാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ ഇവിടെ നമ്മൾ പ്ലീറ്റിൽ സ്റ്റാർട്ടിങ് സാരി ഉടുക്കാൻ നേരത്ത് കുത്തിയെടുത്തുന്ന നമ്മൾ ചുറ്റി വരുമ്പോൾ ആദ്യം തന്നെ ലെഫ്റ്റ് ലെഗാണ് വരുന്നത്. അവിടെ ഓൾമോസ്റ്റ് എൻ്റെയൊക്കെ മീഡിയം സൈസ് വണ്ണം ഉള്ള ഒരാൾക്കാണെങ്കിൽ അതൊരു 27 അല്ലെങ്കിൽ 28 ഇഞ്ചിലാണ് ലെഫ്റ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്ത് തയ്ക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലോട്ടാവുമ്പോൾ 44 അല്ലെങ്കിൽ 45 ഇഞ്ച് ആകുമ്പോഴാണ് നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഡിസൈനിങ് ചെയ്യുന്നത്. പിന്നെ പ്ലീറ്റ്സ് ആണ്. പ്ലീറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസൈനിങ് ചെയ്യുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിന് ഗ്യാപ്പ് വിട്ട് എത്രയാ വേണ്ടേ എന്ന് വെച്ചാൽ ആ ഡിസൈനിങ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു സാരിയിൽ കോമൺ ആയിട്ട് വരുന്നത്. ലെഫ്റ്റ് ലെഗ്, റൈറ്റ് ലെഗ്, പിന്നെ ഷോൾഡർ പോർഷൻ, പിന്നെ മുന്താണിയിൽ, പിന്നെ വരുന്നത് ചെസ്റ്റിൻ്റെ ഈ പോർഷനിൽ ഷോൾഡറിൻ്റെ തന്നെ ഈക്വൽ ആയിട്ട് നമ്മളിങ്ങനെ ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൃത്യം ഈക്വൽ ആയിട്ട് വെക്കേണ്ട. എന്ന് വെച്ചാൽ ഇത് പിന്നിൻ്റെ ഉള്ളിലോട്ട് പോകും, ഞെറിഞ്ഞു പോകുന്ന പോർഷൻ. അപ്പോൾ കുറച്ചും കൂടി ഇതിപ്പോൾ 44 എടുക്കണമെങ്കിൽ ഇത് 44.5
ഇഞ്ച് വിട്ടിട്ട് വേണം ഈ സൈഡിൽ നമ്മൾ തയ്ക്കുമ്പോൾ മെഷർമെൻറ്റ് എടുക്കാനായിട്ട്. ഇതിപ്പോൾ അഴിച്ചിടുവാണെങ്കിൽ സെയിം 44 തന്നെ വേണം. ഇതിപ്പോൾ അഴിച്ചിടണമെങ്കിൽ ഇവിടെ നിന്ന് വർക്ക് തുടങ്ങണമല്ലോ. അപ്പോൾ നമ്മൾ 44 തന്നെ എടുക്കണം. 44.5 എടുക്കേണ്ട ആവശ്യമില്ല. 44 തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അത് നമ്മുടെ സൈസ് രണ്ട് ഫ്ലവറൊക്കെ തയ്ക്കാനുള്ള ഒരു ഗ്യാപ്പുണ്ട്. ഇത്രയുള്ള ഒരു ഗ്യാപ്പുണ്ട്. ഒരു 6 ഇഞ്ചിൻ്റെ നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ വളഞ്ഞു പോണയിടം വരെ വർക്ക് വരുന്നതാണ്. ഇങ്ങനെയാണ് ഒരു സാരിയിലെ മെഷർമെൻറ്റ്സ് വരുന്നത്. ഇതിപ്പം ഈ ഒരു സാരിയിൽ ഇവിടെ മുന്താണിയിൽ റണ്ണിങ് പോർഷനിൽ ഫ്രണ്ട് പോർഷനിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ തയ്ച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. ഈ സാരി റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1600 ആണ്. ഇനി അടുത്ത സാരി ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് കുറച്ച് സാരീസ് ഉണ്ട്. ഇത് ആദ്യത്തെ സാരി, രണ്ടാമത്തെ സാരി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് രണ്ടാമത്തെ സാരിയാണ്. ഇത് വൈറ്റ് ഓർഗൻഡി സാരിയാണ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് മുന്താണിയിലെ ഒരു വലിയ ഡിസൈനാണ് ഇതുപോലെ വന്നിരിക്കുന്നത്. നല്ല ഹെയർ ആൻഡ് ബോൺ സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. സ്റ്റെംസ് എല്ലാം തയ്ച്ചിരിക്കുന്ന ചെയിൻ സ്റ്റിച്ചും ഈ ലീവ്സിൻ്റെ നടുക്ക് പോർഷനിൽ തയ്ച്ചിരിക്കുന്ന സ്റ്റെം സ്റ്റിച്ചും ഇവിടെ ഇങ്ങനെ പൊട്ടുപോലെ ഇരിക്കുന്നിടത്തൊക്കെ സാറ്റിൻ സ്റ്റിച്ചും ബാക്കി പെറ്റൽസ് എല്ലാം ഹെയർ ആൻഡ് ബോണുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇത് മുന്താണിയിലുള്ളൊരു ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ വരുന്ന ഒരു കുഞ്ഞു ഫ്ലവർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ റണ്ണിങ് പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ 44 ഇഞ്ച് കഴിഞ്ഞിട്ട് രണ്ട് ഡിസൈൻ, ഷോൾഡറിൽ തുടങ്ങിയിട്ട് രണ്ട് ഡിസൈൻ ഉണ്ട്. ഷോൾഡറിൽ നിന്ന് രണ്ട് ഡിസൈൻ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നല്ലോണം ഫുൾ ഫ്ലവേഴ്സ് ആയിട്ടിരിക്കും. നല്ല കളർ കോമ്പിനേഷനാണ്. ഡബിൾ ഷെയ്ഡ് ത്രെഡ് ഇട്ട് തയ്ച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഒരു റെഡും പിങ്കും ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു ത്രെഡിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ. ഇങ്ങനെയാണ് ഈ ഒരു സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസാണ്. അപ്പോൾ ഇത് റേറ്റ് കൂടുന്നത് ഓർഗൻഡി മെറ്റീരിയലിന് തന്നെ റേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് റേറ്റ് ബാക്കിയുള്ള മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ റേറ്റ് ഓർഗൻഡി മെറ്റീരിയലിന് കൂടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത്തെ സാരി. നമുക്ക് അടുത്ത സാരി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സാരി. ഇത് ലൈറ്റ് ബ്ലൂ കളർ ചെക്കോട്ട സാരിയാണ്. കോട്ടൺ ചെക്കോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഈ ഒരു രണ്ട് ഡിസൈനിങ് ആണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇത് ഹണികോം സ്റ്റിച്ചാണ് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. നടുക്ക് ഫ്രഞ്ച് നോട്ടും സ്റ്റെം സ്റ്റിച്ചും ലീവ്സും ഹണികോം സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതൊരു മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നടുക്ക് കൊടുത്തിരിക്കുന്ന ഒരു മെറൂൺ കളറാണ് നടുക്ക് ഫ്രഞ്ച് നോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ഫ്ലവേഴ്സാണ് ഫ്രണ്ടിൽ വരുന്നത്. മുന്താണിയിലും ഇതുപോലെ തന്നെ ഒരു വലിയ ഫ്ലവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞു ഫ്ലവർ രണ്ടെണ്ണം തയ്ച്ചിട്ടുണ്ട് സിമ്പിളായിട്ട് റണ്ണിങ് പോർഷനിൽ. ഈ മുന്താണിയിൽ നിന്ന് റണ്ണിങ് പോർഷനിൽ ചിലവർ തയ്ക്കത്തില്ല. അതിപ്പം എനിക്കെന്തോ മുന്താണി തൊട്ട് ഈ ഷോൾഡർ വരെ ഒരു ഫ്ലവർ പോലും ഇല്ലാണ്ടിരുന്ന ഒരു ബ്ലാങ്ക് ആയിട്ടിരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ എപ്പോഴും റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞു ഫ്ലവർ എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ ഒരു സെയിം ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിൽ തയ്ച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സാരി വന്നേക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1700. അപ്പോൾ നമ്മുടെ നാലാമത്തെ സാരി ഓഫ് വൈറ്റ് ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് പല്ലൂല് ഉണ്ട് വർക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ പാർട്ടിലും ചെസ്റ്റ് പോർഷനിലും അതുപോലെ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ആണ് വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഷോൾഡറിൽ പറയുകയാണെങ്കിൽ അവിടെ പിന്നു കുത്തിയെ കുറച്ച് താഴത്തു നിന്നാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ നാല് ഡിസൈനിങ് ആണ് ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെസ്റ്റിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് രണ്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒപ്പം തന്നെയല്ല, ഇത് കുറച്ചും കൂടെ ഇറങ്ങിയിട്ടാണ് ഈ ഒരു ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഇത് ഇച്ചിരി കയറിയും ഇപ്പോൾ 44 ഇഞ്ച് ആണെങ്കിൽ ഇത് 44.5 ആയിരിക്കും ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു ഡിസൈനിങ് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിപ്പം എന്നെക്കാളും കുറച്ചും കൂടെ വണ്ണമുള്ള ഒരാൾക്കാണെങ്കിൽ ഇത് കുറച്ചും കൂടെ കയറി വന്നോളും. അങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. പിന്നെ മുന്താണിയിൽ വന്നിരിക്കുന്നത്, മുന്താണിയിൽ ഫുള്ളായിട്ടാണ് രണ്ട് സൈഡിലും വർക്ക് ഉണ്ട്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ രണ്ട് ഡിസൈൻ ഉണ്ട് റണ്ണിങ് പോർഷനിൽ. പിന്നെ മുന്താണിയിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ട്
ഒരു ഡിസൈനിങ് ഈ ഒരു കോർണറിൽ, പിന്നെ 3 സിംഗിൾ ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ നടുക്ക് ഭാഗമായിട്ട് മുന്താണിയുടെ നടുക്ക് പോർഷനിൽ ഇങ്ങനത്തെ സിംഗിൾ ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ എൻഡിലും ഇതുപോലെ തന്നെ ഒരു ഫുൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഈ 3 ഫ്ലവേഴ്സ് സിംഗിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നില്ലേ, അതുപോലെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനത്തെ 3 ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഇതുപോലത്തെ 12 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് 2100 ആണ് ഇതിന്റെ റേറ്റ്. അപ്പോൾ ഇതും താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ 4 സാരിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ മെഷർമെന്റ്സ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.